നമസ്കാരം, ലൈക്ക് ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പൂമുഖം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മോടൊപ്പം വാസ്തു ശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, വാസ്തു ആചാര്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതി ഡോക്ടർ കെ മുരളീധരൻ നായരുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് വീണ്ടും നമ്മൾ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോണ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നത് വീടിന്റെ പാൽകാച്ചി ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഇതിന്റെ പൂജകൾ നടത്തേണ്ടത്, അതുപോലെ തന്നെ പാൽകാച്ചി ചടങ്ങിൽ വീടിനുള്ളിലേക്ക് എന്തൊക്കെ വസ്തുക്കളാണ് കൊണ്ട് കയറേണ്ടത്, ഈ വസ്തുക്കൾ ഓരോന്ന് എവിടെയാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളാണ്. തീർച്ചയായും നമുക്ക് അത് തന്നെ നമുക്ക് പോവാം. എങ്ങനെയാണ് നമ്മളൊരു പാൽകാച്ചി ദിനത്തിന്റെ അന്ന് നമ്മൾ ആദ്യത്തെ പൂജ തൊട്ട് തന്നെ പോവാം. അപ്പൊ എല്ലാം അതിനകത്ത് തന്നെ എല്ലാ സംശയവും തീരും. പൂജ എങ്ങനെ, ഏതൊക്കെ പൂജകൾ തുടങ്ങണം, പിന്നെ നമ്മൾ എങ്ങനെയാണ് പാൽകാച്ചി ചടങ്ങിന് അകത്തേക്ക് വിളക്ക്, അതുപോലെ തന്നെ നിറകുടം, പിന്നെ പാല് തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ് കൊണ്ട് കയറേണ്ടത്, ഇത് ആരൊക്കെ കൊണ്ട് കയറുന്നത് ഉചിതമായിരിക്കും എന്നുള്ളത്. ഒരു വീട് പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ വീട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വാസ്തുബലി ചെയ്യണം. വാസ്തുബലി ചെയ്യുന്നത് വീടിന് ഐശ്വര്യമാണ്. 67 പിണ്ടങ്ങളൊക്കെ വെച്ച് 67 ദേവതമാരെ വിളിച്ചിരുത്തി സ്വീകരിച്ചിരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അയക്കുന്നതാണ് വാസ്തു ബലി. അത് പിറ്റേ ദിവസം വെളുപ്പിൽ, അതായത് വീട് ഓപ്പൺ ചെയ്യേണ്ട അന്ന് വെളുപ്പിൽ മഹാഗണപതി ഹോമം നടത്തണം. ഗണപതി ഹോമം നടത്തി കഴിഞ്ഞ ശേഷം തുടർന്ന് ലക്ഷ്മി നാരായണ പൂജ ചെയ്യാം. ലക്ഷ്മി നാരായണ പൂജ തുടർന്ന് ചെയ്യാം. ചിലയിടത്ത് അത് ഭഗവതി സേവ എന്ന് പറഞ്ഞ് വൈകുന്നേരം ചെയ്യാറുണ്ട്. അത് അവരൊക്കെ ഇതൊക്കെ ഓരോന്നും ഓരോ നാട്ടിൻ്റെ ആചാരക്രമം അനുസരിച്ചാണ് ഓരോന്ന് പറയുന്നത്. ഓരോ പൂജകളായിരുന്നാലും ശരി, പാലുകാച്ചിൻ്റെ ക്രമീകരണങ്ങൾ, നടപടിക്രമങ്ങൾ ആ നാടിൻ്റെ അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്, അവരുടെ വിശ്വാസം. അതുകൊണ്ട് അതിന് ഞാൻ ഒരിക്കലും തന്നെ കുറ്റം പറയാറില്ല. വിശ്വാസം രക്ഷിക്കട്ടെ, അതാണ്. എന്നാൽ നമ്മളൊരു വീട് പാലുകാച്ചി സംബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചെയ്യുന്നവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഇപ്പോൾ പല ഭാഗത്തും വീട് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഒരു വീടിൻ്റെ അധിപ എന്ന് പറഞ്ഞ സ്ത്രീകളാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ ഭൂമിയായിരിക്കാം, ഭർത്താവിൻ്റെ പൈസ ആയിരിക്കാം, പക്ഷേ വീടിൻ്റെ അധിപ എന്ന് പറഞ്ഞാൽ ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞ വീടിൻ്റെ ഭാര്യ, അതായത് ആ വ്യക്തിയുടെ ഭാര്യ, ഗൃഹനാഥ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആ വീടിൻ്റെ അധിപ എന്ന് പറഞ്ഞാൽ ഗൃഹലക്ഷ്മി എന്ന് പറയുന്നത് വീടിൻ്റെ പുള്ളിയുടെ വൈഫിനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ ഓപ്പൺ സമയത്ത് ഗൃഹലക്ഷ്മി എന്നുള്ള സങ്കല്പത്തിൽ വിളക്ക് കൊണ്ട് കയറേണ്ടത് ആ വീട്ടിലെ ഗൃഹനാഥ തന്നെയാണ്, അല്ലാതെ പുരുഷനല്ല. പലയിടത്തും തന്നെ പുരുഷന്മാരുടെ എടുത്ത് കൊടുത്തുകളയും. ഇപ്പോൾ ഭാര്യയ്ക്ക് 2ാം സ്ഥാനത്തേക്ക് പിന്നെ വരാൻ കുടവുമുള്ളെടുത്തോണ്ട് പോകണം, അല്ലെങ്കിൽ പാലെടുത്തുകൊണ്ട് പോകണം, അങ്ങനെയല്ല. ഈ ഒരു കണക്കാണ് ഗൃഹനാഥ ഗൃഹലക്ഷ്മി എന്നുള്ള രീതിയിൽ ഐശ്വര്യമായിട്ട് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തി അത് ആദ്യമായിട്ട് ഗൃഹനാഥയാണ് കൊണ്ടു കയറണം. രണ്ടാമത് നിറകുടം അത് കൊണ്ട് കയറുന്നത് ഭർത്താവിൻ്റെ അമ്മയ്ക്കാവാം, അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയ്ക്കാവാം, സഹോദരിമാർക്കാവാം, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഡിക്ക് അത് കുടമുള്ളവും കൊണ്ട് കയറാം. കുടമുള്ള സ്ത്രീകൾ തന്നെ അതെ കുടമുള്ളവും കൊണ്ട് കയറാം. പിന്നെ അത് കഴിഞ്ഞ് പാല് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കയറാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധുക്കൾക്ക്, അപ്പോഴേ 2 സഹോദരിമാരെല്ലാം ഉണ്ടാകുമല്ലോ ഒരു കുടുംബം, അവർക്ക് പാല് കൊണ്ട് കയറാം. ഇപ്പം അടുത്ത് 4ാമത് പണപ്പെട്ടി, സമ്പത്ത്, അത് ആ വീട്ടിലെ ഗൃഹനാഥൻ കൊണ്ട് കയറണം. ഗൃഹനാഥൻ. അടുത്ത് മലക്കറി ചില ആൾക്കാർ വട്ടിയിലെടുക്കും, ചില ആൾക്കാർ മുറത്തിലെടുക്കും. അത് എന്താണോ അവരുടെ സൗകര്യം, അത് കിട്ടാവുന്നുള്ള മലക്കറികളെല്ലാം തന്നെ അതിനകത്ത് വേണമെന്നർത്ഥം. അതായത് അഗ്രികൾച്ചർ, അതായത് നമ്മുടെ ഐശ്വര്യപ്രദമായ രീതിയാണ്. അതുണ്ടാകാൻ വേണ്ടിയുള്ള സങ്കല്പത്തിൽ ഈ മലക്കറി കൊണ്ട് കയറുന്നത്. അത് ലാസ്റ്റ്. അപ്പോൾ ഈ ആദ്യം കൊണ്ടുപോകുന്ന നിലവിളക്ക്, അതേ വിളക്കും പിന്നെ നിറകുടവും മറ്റുള്ള എല്ലാം തന്നെ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. പാല് മാത്രം നേരെ അടുക്കളയിലേക്ക് പോകുക. അപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. അടുക്കളയിലാണോ വീട് പാല് കാച്ചേണ്ടത്, അതോ വീടിൻ്റെ ആൾമുറിയിലോ, പല സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട്. അപ്പോൾ ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ പാല് കാച്ചുന്ന അടുക്കളയിൽ നമ്മളിപ്പോൾ ഗ്രാനൈറ്റൊക്കെ ഇട്ട് സ്ലാബ് ഉണ്ടാവുമല്ലോ,
ചൂടടിക്കരിക്കേണ്ട മണലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ നമുക്ക് പാല് കാച്ചുന്നതിന് യാതൊരു നിയമ തടസ്സമില്ല. അല്ലെങ്കിൽ അടുക്കളയുടെ തറയിലും ആവാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ ആകുന്നത്. അപ്പോൾ അവർ കിഴക്കോട്ട് അല്പം ഒന്ന് ചരിച്ച് വെച്ച് തീ കൊടുത്താൽ അത് ശരിക്കും പറഞ്ഞാൽ വീട് പാല് കാച്ചുന്ന ചടങ്ങെന്ന് വെച്ചാൽ അത് ഹോമമാണ്. പാല് തിളച്ച് നേരെ അഗ്നിയിലേക്ക് മറിയാണ്. അതൊരു വീട്ടിലെ അവർ ചെയ്യാന്നുള്ളൊരു ഹോമമാണ് അർത്ഥം. പിന്നെ ഇതിലേക്ക് തീ പകരുന്നത് ഒരുപാട് ആൾക്ക് സംശയം. രാവിലെ ഗണഹോമം നടത്തിയിട്ടുള്ള നിലവിളക്ക് കത്തിയിരിക്കുകയാണെങ്കിൽ, അതായത് ജ്വലിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തീ പകരാം. അതല്ല അത് അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് കയറിയ വിളക്കുണ്ടല്ലോ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ട് അതിൽ നിന്ന് അഗ്നി പകർന്ന് കൊണ്ട് കത്തിക്കാം. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം. ഇതാണ് സാധാരണ ജനറലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ നാടിൻ്റെയും ഇതനുസരിച്ച് ഓരോ രീതിയിലാണ്. എന്തായിരുന്നാലും വിളക്ക് കൊണ്ട് പോകുന്ന പുരുഷനല്ല, സ്ത്രീയാണ്. അതെന്താണെന്ന് വീട്ടിൻ്റെ ഗൃഹലക്ഷ്മി, വീടിൻ്റെ പരമാധികാരി എന്ന് വെച്ചാൽ സ്ത്രീയാണ് കേട്ടോ. അതാണ് വീടിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് ആ സ്ഥാനം നമുക്ക് മാറ്റിയെടുക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ വാദം. അതുപോലെ പാല് കാച്ചുന്നതും ഗൃഹലക്ഷ്മി ആയിരിക്കണം എന്നുള്ളത് ചോദിക്കുന്നത് അതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഈ കാര്യം. നമ്മൾ എന്തൊക്കെയാണ് വീട്ടിനകത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുകയറേണ്ട വസ്തുക്കൾ എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതിലാണ് ഒരു സംശയം വരുന്നത്, ആര് ഏതൊക്കെ കൊണ്ടുകയറണം. കൃത്യമായും ഗൃഹലക്ഷ്മിയായ സ്ത്രീ തന്നെയാണ് ഐശ്വര്യമായി വിളക്ക് 5 തിരിയിട്ട വിളക്കും കൊണ്ട് ആദ്യമായി വീട്ടിനകത്തേക്ക് കയറേണ്ടത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നിങ്ങളുടെ ആ ഒരു കൃത്യമായ സംശയം ഇവിടെ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഇൻഡിവിജ്വലായി മറുപടി കിട്ടുന്നില്ലെങ്കിൽ പോലും എല്ലാ ചോദ്യങ്ങളുടെയും സാരാംശം എടുത്തുകൊണ്ടുള്ള നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള മറുപടി നൽകുകയാണ്. നമ്മുടെ ഓരോ എപ്പിസോഡും നിങ്ങൾ മിസ്സാവാതെ കാണുക. ഈ ഓരോ എപ്പിസോഡിലും ചിലപ്പോൾ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ മറുപടി അടുത്ത എപ്പിസോഡിലേക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി നിങ്ങളുടെ സംശയങ്ങളും മറുപടി ലഭിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും നമ്മളെ എഴുതി അറിയിക്കുക. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.